ഹായ് ഡിയർ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പാവയ്ക്ക കറിയുമായിട്ടാണ്. ഈ കറി നിങ്ങൾ ഒരു തവണ ഉണ്ടാക്കി നോക്കിയാൽ മതി, വീണ്ടും നിങ്ങൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കും. അത്രയ്ക്കും ടേസ്റ്റാണ് ഈ പാവയ്ക്ക കറിക്ക്. അപ്പോൾ ഇനി ഈ പാവയ്ക്ക കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെക്കുക. ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള പാവയ്ക്ക അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ പാവയ്ക്ക ഒന്ന് വാട്ടിയെടുക്കാം. ഈ പാവയ്ക്ക വാട്ടിയെടുക്കുമ്പോൾ പാവയ്ക്കത്തെ കയ്പ്പ് നമുക്ക് ഒന്ന് കുറഞ്ഞ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ആദ്യം ഒന്ന് വാട്ടിയെടുക്കുന്നത്. ഇപ്പോൾ ഇതൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പുളിവെള്ളം ആവശ്യമുണ്ട്. അതിന് വേണ്ടി ഞാൻ കുറച്ച് പുളി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് പൊതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി കൈപ്പക്ക വാട്ടിയ അതേ പാനിലേക്ക് തന്നെ ഒരു 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഈ വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം ഒരു ടീസ്പൂൺ കടുക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് പൊട്ടി തുടങ്ങുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. ഇനി ഒരു ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഇനി ഉലുവയും ചെറിയ ജീരകമൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഈ ചെറിയ ഉള്ളി ഒന്ന് വാട്ടിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 10 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും പാടെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 തക്കാളി കട്ട് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പിലയും പാടെ ചേർത്ത് കൊടുക്കാം. ഈ തക്കാളി ഒന്ന് നമുക്ക് വാട്ടിയെടുക്കാം. ഇതിലേക്ക് 2-3 വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് വീഡിയോയിൽ പകർത്താൻ മറന്നുപോയി. ഇതിലേക്ക് ഇനി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ മുളകും പൊടി ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ചിട്ട് മുളകും പൊടി ചേർത്ത് കൊടുക്കാം. ഇനി മസാലപ്പൊടികളെല്ലാം ഇതിലിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വാട്ടിയെടുത്ത് വെച്ചിട്ടുള്ള പാവയ്ക്ക അതിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇതെല്ലാം പാടെ ഒന്ന് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യാം. ഇനി വേണ്ടത് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മളൊന്ന് നോക്കിയതിന് ശേഷം ഇനി വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം. കറി ഇനി കുറച്ചും പാടെ വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊക്കെ നോക്കി പാകമാണെന്ന് നോക്കുക. ഇപ്പം ഇനി കുറവാണെങ്കിൽ ഇപ്പോൾ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു 5 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. അധികം വേവിക്കേണ്ട ആവശ്യമില്ല. കൈപ്പക്ക വാട്ടിയെടുത്ത് ഇതിലേക്ക് ഇട്ടത് കൊണ്ട് അധികം വേവേണ്ട ആവശ്യത്തിന് വരില്ല. ഇനി നമുക്കൊന്ന് കറി തുറന്ന് നോക്കാം. ഇപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. പാവയ്ക്ക കഴിക്കാത്ത കുട്ടികൾ പോലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി കൊടുത്താൽ അവർ കഴിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി ഇതുപോലെയുള്ള ഒരു പുതിയ വീഡിയോയുമായി ഇനിയും എത്താം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.